നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം കർണാടകയിൽ ഇതാ വീണ്ടും 3 വർഷത്തിനുള്ളിൽ മറ്റൊരു നേതൃമാറ്റം ഉണ്ടാവുകയാണ്. സിദ്ധരാമയ്യ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചിരുന്നു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദില്ലിയിലും ബംഗളൂരുവിലുമായി കർണാടക രാഷ്ട്രീയത്തിൽ നിർണായകമായേക്കാവുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു. സിദ്ധരാമയ്യയെ അവിടെ നിന്ന് മാറ്റി നേരെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോവുകയും സ്വസ്ഥമായി കർണാടക സംസ്ഥാനത്തിൻ്റെ ഭരണം കൈയാളാമെന്നുമാണ് DK ശിവകുമാർ ചിന്തിച്ചത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഓഫർ സ്വീകരിച്ച് രാജ്യസഭ വഴി ദില്ലിയിലേക്ക് പോകാൻ ഒരു കാരണവശാലും സിദ്ധരാമയ്യ തയ്യാറായില്ല. തങ്ങൾക്ക് ഏതാനും ചില MLA-മാരുടെ പിന്തുണയുണ്ട്. ഒരുപക്ഷെ കർണാടകയിലെ ഏറ്റവും കൂടുതൽ MLA-മാർ പിന്തുണയ്ക്കുന്ന നേതാവ് ഒരുപക്ഷെ സിദ്ധരാമയ്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ MLA-മാരെ ഒപ്പം കൂട്ടി സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു. ഇതുതന്നെ വ്യക്തമായ സന്ദേശമാണ്. 2 വർഷമേ ഇനി ബാക്കിയുള്ളൂ. ഈ 2 വർഷവും DK ശിവകുമാറിനെ സ്വസ്ഥമായി ഭരിക്കാൻ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ് ഇപ്പോൾ സിദ്ധരാമയ്യ നൽകുന്നത്. സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കെ സംസ്ഥാനത്ത് മറ്റു ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റൊന്നുമല്ല, ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടിയിരുന്നത് പ്രത്യക്ഷത്തിൽ 2 നേതാക്കന്മാർ മാത്രമായിരുന്നു, DK ശിവകുമാറും സിദ്ധരാമയ്യയും. പക്ഷേ കർണാടകയിൽ അങ്ങനെയല്ല സ്ഥിതി. മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇനിയും ഒന്നിലേറെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അതിലൊരാൾ മറ്റാരുമല്ല, പ്രിയങ്ക് ഖാർഗെയാണ്. അതായത് AICC ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെയാണ് അധികാര വടംവലി നടത്തിക്കൊണ്ടിരുന്നത്. അതായത് സിദ്ധരാമയ്യയെയും അതുപോലെ തന്നെ DK ശിവകുമാറിനെയും തമ്മിലടിപ്പിക്കുന്നതിൽ പ്രിയങ്ക് ഖാർഗെയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. 2023 താൻ തന്നെയാകും മുഖ്യമന്ത്രി എന്ന് DK ശിവകുമാർ വിചാരിച്ചിരുന്നു. എന്നാൽ സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം ത്യജിക്കേണ്ടി വന്നു DK ശിവകുമാറിന്. അങ്ങനെ ത്യജിക്കേണ്ടി വന്നപ്പോൾ 2.5 വർഷത്തിന് ശേഷം തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തിരികെ തരണം എന്നൊരു വാദമാണ് DK ശിവകുമാർ ഉന്നയിച്ചത്. അത് ഏതാണ്ട് സിദ്ധരാമയ്യയും ഹൈക്കമാൻഡും സമ്മതിച്ചതുമാണ്. എന്നാൽ 2.5 വർഷത്തിന് ശേഷം അധികാരത്തിൻ്റെ പടവുകൾ ഇറങ്ങിക്കൊടുക്കാൻ ഈ സിദ്ധരാമയ്യ തയ്യാറായില്ല. മാത്രമല്ല, താൻ തന്നെയാകും 5 വർഷവും മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന യുദ്ധമാണ് നമ്മൾ കർണാടകയിൽ കണ്ടത്. DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം അവസാനിപ്പിച്ചത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. അപ്പോഴും DK ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും അധികാര വടംവലി തുടർന്നുകൊണ്ടേയിരുന്നു. ഈ 2 നേതാക്കന്മാരും തമ്മിലടിക്കുമ്പോൾ ഹൈക്കമാൻഡിന് ഏറെ പ്രിയങ്കരനായ പ്രിയങ്ക് ഖാർഗെ എന്ന് പറയുന്ന തനിക്ക് ഒരു സമവായ സ്ഥാനാർത്ഥിയായി വരാനും മുഖ്യമന്ത്രിയാകാനും സാധിക്കും എന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു. അദ്ദേഹം കണക്ക് കൂട്ടിയതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പിതാവ് AICC കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും പാളുന്നതാണ് നമ്മൾ കണ്ടത്. 2023 ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി DK ശിവകുമാറും അതുപോലെ തന്നെ സിദ്ധരാമയ്യയും കരുക്കൾ നീക്കിയിരുന്നു. ആ സമയത്ത് DK ശിവകുമാറിന് ചെറിയ ചില പാളിച്ചകൾ പറ്റി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിയാത്തത്. എന്നാൽ ആ പാളിച്ചകളെല്ലാം നികത്തിക്കൊണ്ടാണ് ഇത്തവണ DK ശിവകുമാർ കളിച്ചത്. ഇത്തവണ സിദ്ധരാമയ്യയെ അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ലെങ്കിൽ പോലും പിടിച്ച് താഴെ ഇറക്കിയ ശേഷം തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് DK ശിവകുമാറിൻ്റെ തന്ത്രം. അത്തരം ചില രാഷ്ട്രീയ തന്ത്രങ്ങളാണ് പ്രിയങ്ക് ഖാർഗെയും പയറ്റിയത്. പക്ഷേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയെങ്കിലും ആകാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രിയങ്ക് ഖാർഗെ നടത്തുന്നത്. അദ്ദേഹം സംസ്ഥാനത്തെ ഇപ്പോൾ തന്നെ ഒരു മന്ത്രിയാണ്. തന്നെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിനോടും അതുപോലെ തന്നെ DK ശിവകുമാറിനോടും പ്രിയങ്ക് ഗാന്ധി പറയുന്നുണ്ട്. ഈ സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മൈസൂരിൽ വലിയ ശക്തി പ്രകടനം പോലും നടന്നു. ഒരു പ്രതിഷേധ മാർച്ചാണ് ഈ പ്രിയങ്ക് ഖാർഗെയുടെ അനുകൂലികൾ അവിടെ സംഘടിപ്പിച്ചത്. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് പ്രിയങ്ക് ഖാർഗെ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് മന്ത്രിസഭയിൽ ഒരു ജാതി സമവാക്യത്തിൻ്റെ രൂപീകരണം അല്ലെങ്കിൽ ഉറപ്പാക്കൽ ഉണ്ടാക്കണമെന്നാണ് ഇപ്പോൾ കർണാടകയിൽ പ്രിയങ്ക് ഖാർഗെയുടെ പക്ഷം ഉയർത്തുന്ന വാദം.
അതുകൊണ്ടാണ് അവർ മൈസൂരുവിൽ വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഉപമുഖ്യമന്ത്രി പദം അത് പ്രിയങ്ക് ഖാർഗെയിലേക്ക് തന്നെ വരണം എന്നവർ പ്രഖ്യാപിക്കുന്നു. ഇത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും സമ്മതിച്ചുകൊണ്ടുള്ള ഒരു തന്ത്രമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും അതായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രിയങ്ക് ഖാർഗെ ഉപമുഖ്യമന്ത്രി പദമാകാനുള്ള അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായി മാറാനുള്ള എല്ലാ ചരടുവലികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറുമാണ് അധികാര വടംവലി ഇതുവരെ നടത്തിയതെങ്കിൽ കൂടുതൽ കസേരകൾക്കായി കൂടുതൽ നേതാക്കൾ കർണാടകയിൽ രംഗത്ത് വരികയാണ്. അതായത് BJP സർക്കാരിനെ താഴെ ഇറക്കി അവിടെ പുതിയൊരു സർക്കാർ വരുമ്പോൾ, അതായത് കോൺഗ്രസ് വീണ്ടും കർണാടകയിൽ അധികാരത്തിൽ വരുമ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ പറഞ്ഞിരുന്നതാണ് ഇവർ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും തമ്മിലടി ഉണ്ടാകും, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിമാർക്ക് പദവികൾ ഒഴിയേണ്ടി വരും എന്നൊക്കെ അന്ന് തന്നെ വെളിപ്പെട്ടിരുന്നതാണ്. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അവിടെ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നു. മന്ത്രിയാകാനും സ്പീക്കറാകാനും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയാകാനും ഒക്കെ വലിയ സംഘർഷം അവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കർണാടകയിൽ തിരക്കിട്ട രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. നാളെ DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തും മന്ത്രിമാർ ആരൊക്കെയാകും ഒപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാർ, ഇതെല്ലാം ഇനി വരും മണിക്കൂറുകളിൽ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.